റംസാൻ മുബാറക്. റംസാൻ ആശംസകൾ. ഞാനിത് പറയാൻ കാര്യമുണ്ട്. റംസാൻ തുടങ്ങിയത് ഫെബ്രുവരി 28-നോ മാർച്ച് 1-നോ ആണ്. ഇപ്പോൾ 18 ദിവസം കഴിഞ്ഞു ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ. ഈ റംസാൻ മാസം തുടങ്ങിയതിന് ശേഷം പാകിസ്ഥാനിൽ നടന്ന സ്ഫോടന പരമ്പര, വെടിവെപ്പ് ഒന്നും പറയണ്ട. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇപ്പോൾ തന്നെ 42 എണ്ണമോ മറ്റുമായി. അതായത് ഒരു ദിവസം 2 സ്ഫോടനങ്ങൾ വെച്ച്. സ്ഫോടനത്തിൽ ഞാൻ വെടിവെപ്പും കൂടെ കൂട്ടുന്നു കേട്ടോ, എല്ലാം ബോംബ് സ്ഫോടനങ്ങളല്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്ന 2 സംഭവങ്ങൾ എടുത്തു പറയേണ്ടതാണ്. പാകിസ്ഥാൻ പട്ടാളക്കാരുടെ 2 ബസ് പോകുന്നു. ഈ ബസ്സിന് ഗ്രനേഡോ എന്ത് കുന്തമാണെന്ന് എനിക്കറിയാമില്ല, അത് വെച്ച് ബസ് 2ഉം പൊട്ടിത്തെറിക്കുന്നു. 90 പാകിസ്ഥാൻ പട്ടാളക്കാർ മരിക്കുന്നു, 90 പേര്. നമ്മളുടെ പുൽവാമയിൽ എത്ര പേരാണ് മരിച്ചേ? പുൽവാമയിൽ നമ്മളുടെ CRPFകാർ പൊയ്ക്കൊണ്ടിരുന്ന ബസ്സിന് ബോംബ് വെച്ചാണല്ലോ പുൽവാമ സംഭവം. 40ഓ 42ഓ എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും അതിൻ്റെ ഇരട്ടിയിലധികം പേര് ബസ്സിൽ വെച്ച് തന്നെ പാകിസ്ഥാൻകാർ തന്നെ കൊലപ്പെടുത്തി. പാകിസ്ഥാൻ പട്ടാളത്തെ പാകിസ്ഥാൻകാർ കൊലപ്പെടുത്തി. ഇതാണ് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ എന്ന് പറയുന്നത്. നമ്മൾ പുൽവാമയിൽ ഈ ബസ്സിന് ബോംബ് വെച്ചതിന് പകരം നമ്മൾ പാകിസ്ഥാനെ ആക്രമിച്ചു, അത് വേറെ കാര്യം. ബട്ട് പാകിസ്ഥാൻ ചെയ്തതിൻ്റെ കർമ്മഫലം പാകിസ്ഥാൻ തന്നെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാൻ ഇതുവരെ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു ടെററിസ്റ്റുകളെ. ഇപ്പോൾ ഈ എക്സ്പോർട്ട് നിർത്തി ടെററിസ്റ്റുകൾ അകത്ത് തന്നെ ഓപ്പറേഷനായി. ബലൂചിസ്ഥാനാണ് ഇപ്പം മുൻനിരയിൽ നിൽക്കുന്നത്. ബലൂച്ച് ലിബറേഷൻ ആർമി. ബലൂച്ച് ലിബറേഷൻ ആർമി മാത്രമല്ല കേട്ടോ, എത്ര എണ്ണം ഉണ്ടെന്നറിയാമോ? ബലൂച്ച് ലിബറേഷൻ ആർമി, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, ബലൂചിസ്ഥാൻ നാഷണൽ ആർമി, യുണൈറ്റഡ് ബലൂച്ച് ആർമി, മജീദ് ബ്രിഗേഡ്, ലിബറേഷൻ ഫോഴ്സ് ഓഫ് ബലൂചിസ്ഥാൻ. ഇങ്ങനെ നമ്മൾ എണ്ണിയാൽ 15ഓ 16ഓ ഐറ്റമുണ്ട്. ഇവരെല്ലാവരും കൂടെയാണ് ഈ വെടിപ്പടക്കം നടത്തുന്നത്. പാകിസ്ഥാൻ പട്ടാളത്തിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. പാകിസ്ഥാൻ പട്ടാളത്തിലെ ടോപ്പ് ആൾക്കാരൊക്കെ സുഖലോലുപന്മാരാണ്. പാകിസ്ഥാൻ്റെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കൂ. അവരാകെ യുദ്ധം ചെയ്തിട്ടുള്ളത് ഇന്ത്യയുമായിട്ടാണ്. ഇന്ത്യയുടെ യുദ്ധത്തിൽ അവരുടെ പട്ടാള മേധാവികളൊന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. അത് എയർഫോഴ്സിനെ അങ്ങ് ഏൽപ്പിക്കും. എയർഫോഴ്സ് ജയിച്ചാൽ ജയിച്ചു, അല്ലെങ്കിൽ തീർന്നു. കാലാൾപ്പട എന്ന് പറയുന്നതിന് ഒരു പെർഫോമൻസും പാകിസ്ഥാനിൽ ഇല്ല. അവർക്ക് അറിഞ്ഞുകൂടാ. ശുദ്ധ ഉഴപ്പന്മാരാണ്. കാശും കൈക്കൂലിയും ഇഷ്ടം പോലെ മേടിക്കുന്നവരാണ്. അവർക്കിപ്പോൾ പാളയത്തിൽ പട വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസ് ISI പേര് കേട്ട ലോകത്തിലെ വലിയ ഇൻ്റലിജൻസ് ശൃംഖലയായിരുന്നു പാകിസ്ഥാൻ്റെ. ഇതേ കഴിഞ്ഞ ദിവസം വരെ, ഒരുപക്ഷെ കഴിഞ്ഞ വർഷം വരെ ഇല്ലേ, ISIയുടെ ഓപ്പറേറ്റീവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലൊരു മാന്യതയൊക്കെ ഉണ്ടായിരുന്നു ലോകത്ത്. ഇപ്പോൾ പട്ടി വിലയാണ് ISIക്ക്. ISIക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ആ ട്രെയിൻ ഹൈജാക്ക് ചെയ്തില്ലേ, അവിടെ പാകിസ്ഥാൻ പറയുന്നത് അവിടെ ഇൻ്റർനെറ്റ് ഇല്ല, ഇൻ്റർനെറ്റ് കിട്ടില്ല, മലമ്പ്രദേശമാണ്. എന്താ ഈ പറയുന്നത്? അതേ നാക്കുകൊണ്ട് പാകിസ്ഥാൻ പറയുന്നു അവിടെയുള്ള ബലൂച്ച് ആർമി, ഈ ട്രെയിൻ പിടിച്ചെടുത്ത ആൾക്കാർ കള്ള വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നു. അത് ഇന്ത്യ മൊത്തം ഏറ്റെടുത്തിട്ട് പ്രചരിപ്പിക്കുന്നു. എടാ, റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തിരുന്ന് വീഡിയോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അവിടെ നിന്ന് അയച്ചു തന്നിട്ട് വേണ്ടേ ഇന്ത്യയിൽ കിട്ടാൻ? അവിടെ റേഞ്ച് ഇല്ലല്ലോ. അപ്പോൾ റേഞ്ച് ഉണ്ടെന്നും റേഞ്ച് ഇല്ലെന്നും ഒരേ നാക്കുകൊണ്ട് പാകിസ്ഥാന് പറയേണ്ടി വരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങളുടെ കിഴക്കൻ അതിർത്തിയിൽ നിന്നാണ് ഇതിൻ്റെ ഡിസൈൻ. ഏതിൻ്റെ? ഈ അകത്ത് നടക്കുന്ന പ്രശ്നത്തിൻ്റെ ഡിസൈൻ. കിഴക്കൻ അതിർത്തി എന്ന് പറഞ്ഞാൽ ആരാ? ഇന്ത്യയാണ്. പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്നാണ് ഇതിൻ്റെ ഹാൻഡിലിങ്. അതാരാ? അഫ്ഗാനിസ്ഥാൻ. ചുരുക്കി പറഞ്ഞാൽ ഈ പാകിസ്ഥാനുള്ളിൽ നടക്കുന്ന കുഴപ്പം മുഴുവൻ
ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും കൂടെ ഉണ്ടാക്കുന്നതാണ്. പാകിസ്ഥാൻകാർക്കെതിരെ യാതൊരു പങ്കുമില്ല. ഇവിടെ പകൽ പോലെ വ്യക്തമാണ് ബലൂച്ച് ആർമിയും കൂട്ടാളികളും ഇവിടെ നടത്തുന്ന ഈ അതിക്രമം. എല്ലാവരും തീവ്രവാദികളാണല്ലോ അവിടെ. കുറച്ചുകൂടെ ഭേദം ബലൂജികളാണ്. അവർ വർഷം എത്രയായി അവർ സഹിച്ചു. നിങ്ങൾ നോക്ക്, പാകിസ്ഥാൻ്റെ 46% സ്ഥലം, ഭൂമി, അത് ബലൂചിസ്ഥാനാണ്. അവിടെ താമസിക്കുന്നതോ 6% ആൾക്കാർ, ബലൂജികൾ എന്ന് വിളിക്കപ്പെടുന്ന ആൾക്കാർ. പൊതുവേ അവർ ശാന്തപ്രകൃതികളാണ്. മറ്റ് മതക്കാരോട് അവർക്ക് വിദ്വേഷമൊന്നുമില്ല. അവിടെ ഹിന്ദു ക്ഷേത്രങ്ങൾ സംഗതിയൊക്കെ ഉണ്ട്. ഇന്ത്യയുമായിട്ട് അവർക്ക് നല്ല ബന്ധമാണ്. ഞാൻ വാസ്തവത്തിൽ പ്രതീക്ഷിക്കുന്നത് നരേന്ദ്രമോദി ഒരു ദിവസം ബലൂചിസ്ഥാൻ സർക്കാർ, എ ഗവൺമെൻറ് ഇൻ എക്സൈൽ, നമ്മുടെ ദലൈലാമയൊക്കെ പോലെ എ ഗവൺമെൻറ് ഇൻ എക്സൈൽ ഡൽഹിയിൽ ഒരു എംബസിയൊക്കെ സ്ഥാപിച്ചിട്ട് ബലൂചിസ്ഥാനെ അങ്ങോട്ട് അംഗീകരിക്കുക ഒഫീഷ്യലി, വേറൊരു രാജ്യമായിട്ട്. വരുന്നത് വരട്ടെ. ഏതായാലും നാട്ടിൽ എത്രയോ വെടിപ്പടക്കം നടക്കുന്നു. ഇസ്രായേൽ, ഹമാസ്, ഹൂത്തി, യുക്രൈൻ, ഇതൊക്കെ നടക്കുന്നില്ലേ? നമ്മൾ വെടിവയ്ക്കാനും തല്ലാനും കൊല്ലാനും ഒന്നും പോകണ്ട. ബലൂചിസ്ഥാനിലെ ആളുകൾക്ക് ഒരു വീട് കൊടുക്കുക, അത് ബലൂചിസ്ഥാൻ്റെ എംബസിയായിട്ട് പ്രഖ്യാപിക്കുക. അവരുടെ കൊടിയോ കുന്ത്രാണ്ട എന്തെങ്കിലും കാണും, അതും അംഗീകരിക്കുക. പാകിസ്ഥാനെ അങ്ങനെ വെല്ലുവിളിക്കുക. പാകിസ്ഥാൻ ബഹളം വയ്ക്കും. പാകിസ്ഥാനായാലും മറ്റേത് അന്താരാഷ്ട്രക്കാരനായാലും ചോദിക്കുക, എൻ്റെ പൊന്നു ചേട്ടാ, പാലസ്തീന് ഒരു എംബസിയുണ്ട്, കൊടിയുണ്ട്, അംബാസഡറുണ്ട്, ഉണ്ടല്ലോ. പാലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ടോ? ഇല്ല. ഇതുപോലെയാണ് ബലൂചിസ്ഥാൻ. അതുപോലെയല്ലേ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ് തിരിച്ച് നിങ്ങൾ ഇത് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. വാസ്തവത്തിൽ അതുകൊണ്ട് ബലൂചിസ്ഥാൻ പ്രത്യേകമാണ്. അതിന് മുഖ്യമന്ത്രിയൊക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ട് പാകിസ്ഥാൻ. അപ്പോൾ ആ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള സ്ഥലം ഒരു രാജ്യമായിട്ട് ഞങ്ങൾ അംഗീകരിച്ചെന്നേ. അല്ലെ, നിങ്ങളാരും അംഗീകരിച്ചു? നിങ്ങൾ അംഗീകരിക്കേണ്ട, ഞങ്ങൾ അംഗീകരിച്ചു. ഞങ്ങൾ പാലസ്തീനെ അംഗീകരിച്ചതല്ലേ, അതുപോലെ ബലൂചിസ്ഥാനെ അംഗീകരിച്ചു. ബലൂചിസ്ഥാൻ്റെ ആൾക്കാരുടെ ആവശ്യം എന്താ? ബലൂച്ച് ഒരു പ്രത്യേക രാജ്യമാക്കണം. ശരി, ആകുകയോ ആകാതിരിക്കുകയോ ചെയ്തോ ഞാൻ അതിൽ ഇടപെടുന്നില്ല. പക്ഷെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ഇത് ചെയ്തു കഴിഞ്ഞാൽ മൊത്തം തകിടം മറിയും. ഇതിനിടയ്ക്കാണ് അബു ഖലാൽ അയാളെ ഹലാലാക്കി. അബു ഖലാൽ എന്ന് പറഞ്ഞാൽ ഈ നമ്മളുടെ പുഞ്ച്, രജോറി ആ പ്രദേശങ്ങളിലൊക്കെ തീവ്രവാദികളെ നുഴഞ്ഞു കയറ്റപ്പോൾ ആ പരിപാടി എല്ലാം ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്ന കക്ഷിയാണ്. ആ മനുഷ്യനെ കൊന്നുകളഞ്ഞു. അയാളുടെ കൂടെ വലിയൊരു തീവ്രവാദി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഈ അബു ഖലാത്തിൻ്റെ കൂടെ നമ്മുടെ ഹാഫിസ് സയ്യിദും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഹാഫിസ് സയ്യിദിന് പരിക്ക് പറ്റി എന്നൊരു വാർത്ത, ഹാഫിസ് സയ്യിദ് ചത്തുപോയി എന്നൊരു വാർത്ത, ഹാഫിസ് സയ്യിദിന് ഒന്നും പറ്റിയില്ല എന്നൊരു വാർത്ത. ഏതായാലും വിശ്വസനീയമായ വാർത്ത നോക്കിക്കഴിഞ്ഞാൽ ഗുരുതരമായ പരിക്കേറ്റ ഹാഫിസ് സയ്യിദിനെ അവിടെ ഏതോ ആശുപത്രിയിലാക്കിയിട്ടുണ്ട്. ആശുപത്രിയിൽ വേറെ ആരെയും കയറ്റുന്നില്ല എന്നൊക്കെയാണ് പുറത്തു വരുന്ന വാർത്ത. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞുകൂടാ. വ്യാപകമായിട്ട് ഒരു ചർച്ചയുണ്ട്, അജ്ഞാതൻ വെടിവെച്ചു എന്ന്. അജ്ഞാതനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ബലൂച്ച് ആർമി തന്നെയാണ്. അവർ 3-4 പേരുണ്ടായിരുന്നു. ഒരു അജ്ഞാതൻ പോയിട്ട് ഓർക്കാപ്പുറത്ത് വെടിവെച്ചൊന്നുമില്ല. ഭയങ്കര ഡെയറിങ് ആക്ഷനായിരുന്നു അത്. മെയിൻ റോഡിൽ വെച്ച്, ടൗണിൽ വെച്ച്, ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ വെച്ചിട്ട് വണ്ടി നിർത്തിയപ്പോൾ കറക്റ്റായിട്ട് വെടി കൊള്ളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്ക് പോയി ചെയ്ത പ്രവൃത്തിയല്ല. അത് ഇപ്പം അങ്ങനെയാണെങ്കിൽ പിടിക്കപ്പെടാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഞാൻ അത് ഈ ബലൂച്ച് ആർമി അല്ലെങ്കിൽ ബലൂച്ച് ആർമിയുടെ കൂടെയുള്ള മജീദ് ബ്രിഗേഡ് എന്ന് പറഞ്ഞാൽ മജീദ് സഹോദരന്മാരെന്ന് പറഞ്ഞാൽ 2 പേരുണ്ടായിരുന്നു. അവർ ആത്മഹത്യാ സ്ക്വാഡാണ്. മജീദ് ബ്രിഗേഡിൽ ഈ വേറെ പരിപാടിയില്ല, കൊല്ലാൻ വേണ്ടി ചാവുക, ഇതാണ് മജീദ് ബ്രിഗേഡ്. ആത്മഹത്യാ സ്ക്വാഡാണ് അവർ മുഴുവൻ, ഒരൊറ്റ എണ്ണമില്ലാതെ ആത്മഹത്യാ സ്ക്വാഡാണ്. ഇതാണ് മജീദ് ബ്രിഗേഡ്. അപ്പോൾ മജീദ് ബ്രിഗേഡ് ആണെങ്കിൽ ഒരാൾ അവരുടെയും ചാകണമായിരുന്നു. എന്തുമായിക്കോട്ടെ, ഇങ്ങനെ പാകിസ്ഥാന് ഓരോ തീവ്രവാദ തലവന്മാരായിട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മരിക്കുന്നത് റംസാൻ മാസത്തിലാണ്, പുണ്യം കിട്ടും. അതാണ് ഞാൻ തുടക്കത്തിൽ റംസാൻ മുബാറക്ക് എന്ന് പറഞ്ഞത്. മാർച്ച് 1-ാം തീയതി 2 റംസാൻ മുബാറക്ക് നടന്നു. പിന്നെ 2-3 വെച്ചിട്ട് മുബാറക്ക് ഇത് നടന്നുകൊണ്ടിരുന്നു. പാകിസ്ഥാനിൽ
വാസ്തവം പറഞ്ഞാൽ നാഥനില്ലാ കളരിയായിട്ട് മാറിക്കഴിഞ്ഞു. അമേരിക്കയുടെ ഒരു കൈ സഹായം പാകിസ്ഥാനുണ്ടായിരുന്നു. ഇപ്പോൾ ആയുധമൊന്നും കൊടുക്കുന്നില്ല, കാശ് കൊടുക്കുന്നത് ഗണ്യമായിട്ട് കുറഞ്ഞു. മറ്റേ USA അത് ഇതൊക്കെ നിർത്തി വെച്ചിട്ട് അമേരിക്കയ്ക്ക് ശകലം സഹായം അമേരിക്ക പാകിസ്ഥാന് കൊടുക്കുന്നുണ്ട്, പക്ഷേ പഴയ പോലെ ഇല്ല. ചൈനയാണെങ്കിൽ പിൻവലിഞ്ഞു. ചൈന എന്ത് ചെയ്യും? അവർ CPEC എന്ന് പറഞ്ഞ് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ ഇടനാഴി ഒക്കെ ഉണ്ടാക്കി. കാശ് മുടക്കുന്നത് ചൈന. $20 ബില്യൺ മറ്റോ മുടക്കി ചൈനക്കാരെ അവിടെ ഇറക്കി. ചൈനയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കയറി, അങ്ങനെ പാകിസ്ഥാൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഗ്വദർ തുറമുഖത്ത് വരെയുള്ള ലൈൻ, അതാണ് CPEC. അപ്പോൾ ഈ സാധനം ചൈന നിർത്തിവെച്ചു. കാരണം ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകളെ ബലൂച്ച് ആർമി കൊന്നു കളഞ്ഞു ചൈനക്കാർ. ഇപ്പം ചൈനക്കാരെ അവിടെ നിന്ന് തിരിച്ചു വലിച്ചു. ചൈനീസ് പട്ടാളത്തെ അങ്ങോട്ട് വിടാനായിട്ട് ആലോചിക്കുകയാണ് ചൈന. അപ്പോൾ എന്തായെന്ന് നോക്കിയേ, എക്കണോമിക് കോറിഡോർ എന്നൊക്കെ പറഞ്ഞിട്ട് ചൈനയുടെ കാശും പോയി, ആളും പോയി. അതുകൊണ്ടാണ് ചൈന മോദിയെ പുകഴ്ത്തിയത്. അതിൻ്റെ സിഗ്നൽ അതാ. എൻ്റെ പൊന്നു ചേട്ടാ, ഞാൻ പാകിസ്ഥാനിൽ നിന്ന് പിൻവലിഞ്ഞു, നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നവും വേണ്ട എന്ന് മോദി പറഞ്ഞു. അല്ലെങ്കിലും നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ലല്ലോ. കാരണം നമ്മളൊരു പ്രശ്നം ഉണ്ടായിട്ട് ചൈനയ്ക്ക് പിൻവാങ്ങേണ്ടി വന്നു. 2020 മുതൽ 4 വർഷം മുഖാമുഖം നിൽക്കുകയായിരുന്നു ലഡാക്കിൽ. ഇന്ത്യൻ സേനയും ചൈനീസ് സേനയും മുഖാമുഖം നിൽക്കുന്നു, കണ്ണ് ചിമ്മാതെ. ഒടുവിൽ ചൈന പറഞ്ഞു, ഈ നിപ്പത്രം മുതലാകുന്നില്ല ചേട്ടാ. മുതലാകുന്നില്ല അല്ലേ? എന്നാൽ ചേട്ടൻ പുറകോട്ട് മാറിക്കേ. അപ്പോൾ മാറിയാൽ നിങ്ങൾ മാറുമോ? ഞങ്ങൾ മാറാം. നിങ്ങൾ പുറകോട്ട് മാറിയാൽ ഞങ്ങളും പുറകോട്ട് മാറാം. അങ്ങനെ 2 സൈന്യങ്ങളും പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും മുഴുവനായിട്ടില്ല അത് കേട്ടോ, ഇപ്പോഴും മുഴുവനായിട്ടില്ല. കാരണം നമ്മൾ ഒരു സ്റ്റെപ്പ് പുറകോട്ട് വയ്ക്കണമെങ്കിൽ ചൈന 2 സ്റ്റെപ്പ് പുറകോട്ട് വയ്ക്കണം, എങ്കിലേ നമ്മുടെ പട്ടാളം ഒരു സ്റ്റെപ്പ് പുറകോട്ട് വയ്ക്കുകയുള്ളൂ. ഈ പ്രക്രിയ പട്ടാളത്തിൻ്റെ നേതൃത്വത്തിൽ അവരുടെ നിരീക്ഷണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോഴാണ് ചൈന പറഞ്ഞത്, നരേന്ദ്രമോദി ഭയങ്കര ഒരു ഭരണകർത്താവാണ്, ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. കൊള്ളാം, ഇഷ്ടമാണെങ്കിൽ നടക്കട്ടെ എന്ന് മോദിയെ. പാകിസ്ഥാന് ആരുമില്ലാത്ത അനാഥാവസ്ഥയായി. ഇങ്ങനെ ഒരു ഗതികേട് പാകിസ്ഥാന് വരാൻ കാര്യം എന്താ? പാകിസ്ഥാൻ തുടക്കം മുതൽ ഇന്ത്യയുമായിട്ട് യുദ്ധം. ഈ അടിത്തറയിൽ നിങ്ങൾക്കൊരു രാഷ്ട്രം പണിയാൻ പറ്റില്ല. സുൽഫിക്കർ അലി ഭുട്ടോ അങ്ങേര് ഒരിക്കൽ പാകിസ്ഥാൻ്റെ ഭരണാധികാരിയായിരുന്നല്ലോ, പിന്നീട് തൂക്കിക്കൊല്ലപ്പെട്ടു. അവർ തന്നെ തൂക്കിക്കൊന്നതാണ്. സുൽഫിക്കർ അലി ഭുട്ടോ പ്രസംഗിച്ചത്, ഞങ്ങൾ 1000 കൊല്ലം ഇന്ത്യയുമായി യുദ്ധം ചെയ്യുന്നതാണ്. എന്തിന്? ഏതെങ്കിലും ഒരു രാജ്യം ഇങ്ങനെ പറയുമോ 1000 കൊല്ലം ഞങ്ങൾ യുദ്ധം ചെയ്യും? എന്ത് കാര്യം? 1000 കൊല്ലം എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ്. ബട്ട് അങ്ങനെയാണ് ആ രാജ്യത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധതയാണ്. പിന്നെ ഇന്ത്യയിൽ, കേരളത്തിൽ പോലും ഉണ്ട് പാകിസ്ഥാൻ അനുകൂല ആൾക്കാർ. പാകിസ്ഥാൻ ക്രിക്കറ്റിൽ ജയിക്കുമ്പോൾ പോലും അവർക്ക് സന്തോഷമാണ്. പാകിസ്ഥാൻ എന്തെങ്കിലും നല്ലത് വന്നു കഴിഞ്ഞാൽ ആദ്യം പാകിസ്ഥാൻകാരന് ഇത് അറിയുന്നതിന് മുമ്പേ ഇവിടെ അറിയുകയും ഇവിടെ ആഘോഷം തുടങ്ങുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഊളന്മാരുടെ എല്ലാം പിന്തുണയോടുകൂടി പാകിസ്ഥാന് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അവർ വിചാരിച്ചു. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഒരു രാഷ്ട്രം നിലനിർത്തിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വല്ലവരോടുമുള്ള ദേഷ്യം വെച്ചിട്ട് ഒരു രാഷ്ട്രം നിലനിൽക്കില്ല. പോസിറ്റീവായിട്ട് ആലോചിക്കാതെ രാഷ്ട്രം നിലനിൽക്കില്ല. ആ പോസിറ്റീവ് തിങ്കിങ് ഇല്ലാതെ പോയതിൻ്റെ ദുരന്തമാണ് പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിക്കുന്നത്. അനുഭവിക്കട്ടെ, നമുക്കെന്ത് ചെയ്യാൻ പറ്റും? താങ്ക് യു.